വടുക സമുദായത്തെ ഒബിസിയിൽ ഉൾപ്പെടുത്തണമെന്നും ഈ നിലപാട് സ്വീകരിക്കുന്ന മുന്നണികൾക്ക് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വടുക സമുദായം പിന്തുണ നൽകുമെന്നും കഞ്ചിക്കോട് വടുക സമുദായ സാംസ്കാരിക സമിതി കഞ്ചിക്കോട് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം പ്രഖ്യാപിച്ചു. സമുദായ ഹാളിൽ നടന്ന പരിപാടി വടുക സമുദായ സാംസ്കാരിക സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സമുദായ സാംസ്കാരിക സമിതി രൂപീകൃതമായി നാളിതുവരെയായി നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന, നമ്മൾ ആവശ്യപ്പെടുന്ന നമ്മുടെ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് സ്ഥായിയായിട്ടുള്ള കുറച്ച് അവകാശങ്ങൾ, അതാണ് എന്ന് നമ്മൾ നമ്മുടെ സമുദായ അംഗങ്ങളോടും സമുദായ സാംസ്കാരിക സമിതിയോടും നമ്മുടെ പ്രധാന പ്രവർത്തകരോടും സമൂഹത്തോടും രാഷ്ട്രീയ സമൂഹത്തോടും അധികാരി വർഗത്തിന് മുമ്പിൽ നമ്മൾ ആവശ്യപ്പെടുന്നത്. അതിന്റെ പരമപ്രധാനമായ ആവശ്യങ്ങളാണ് നമ്മളെ വടുക സമുദായത്തെ പൂർണ്ണമായി ഒഇസിയിൽ ഉൾപ്പെടുത്തണം, ക്രീമി ലെയറിന്റെ മാനദണ്ഡങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണം, നമ്മൾക്കും ഒരു എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനം അനുവദിച്ചതാണ്. വളരെ ആശങ്കയോട് കൂടിയിട്ട് ഇനി വരുന്ന ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന 2-3 മാസക്കാലം വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മളത് ആ ഒരു അവസാന ആവശ്യമായ ഒരു എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനം അനുവദിച്ചു നൽകണമെന്ന ആവശ്യത്തെ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനത്ത് ആർക്കെങ്കിലും ഒരു എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനം കൊടുക്കുന്നുണ്ടോ, ഏതെങ്കിലും മതസംഘടനകൾക്കോ ജാതി സംഘടനകൾക്കോ സാംസ്കാരിക സംഘടനകൾക്കോ ഈ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനം കൊടുക്കുന്നുണ്ടോ എന്ന് വളരെ സൂക്ഷ്മതയോടുകൂടി പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനാ സംവിധാനമാണ് നമ്മുടെ വടുക സമുദായ സാംസ്കാരിക സമിതിയിലുള്ളത്. യൂണിറ്റ് പ്രസിഡന്റ് എ ദിനേശ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രവീന്ദ്രൻ അരുത്തിക്കോട് വരവ് ചിലവ് കണക്കുകളും റിപ്പോർട്ടും അവതരിപ്പിച്ചു. പഞ്ചായത്ത് അംഗം അനുജ, കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി രാജൻ, എൻ ഉണ്ണികൃഷ്ണൻ, എം കൃഷ്ണൻ, കെ സുരേഷ് കുമാർ, UAE യൂണിറ്റ് മോഹനൻ, വനിതാ സ്വയം സംഘ പ്രസിഡന്റ് AM ശ്രീജ സ്വാമിനാഥൻ, രാധാകൃഷ്ണൻ, H വൈശാഖ്, സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് M കൃഷ്ണൻ, സെക്രട്ടറി എ ദിനേശ്, ഖജാൻജി PK വിജയൻ, വൈസ് പ്രസിഡന്റ് സൗമ്യ രതീഷ്, സഹദേവൻ, ജോയിന്റ് സെക്രട്ടറി വിനോദ് S, ജരിത മോഹനൻ എന്നിവരെ തിരഞ്ഞെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.